ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമയ പൂജ വൃശ്ചികത്തിലെ ഏകാദശി ദിവസം തന്നെ നടത്തണം എന്ന് സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി നിവേദിത, ഈ കോടതി ഉത്തരവിനെ താങ്കൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമയ പൂജ വൃശ്ചികത്തിലെ ഏകാദശി ദിവസം തന്നെ നടത്തണമെന്നുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ കൂടെ കോടതി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ക്ഷേത്ര പ്രതിഷ്ഠയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുകയാണ് തന്ത്രിയുടെ ചുമതല എന്നുകൂടി. നമുക്കറിയാം ഏതു രീതിയിലാണ് ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത്. അങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്ക് ഏറ്റ കനത്ത പ്രഹരം തന്നെയല്ലേ കോടതിയുടെ ഈ ഉത്തരവ്? തീർച്ചയായിട്ടും ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഇത് ആനന്ദത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു സാഹചര്യം ഒരുക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ വിധി എന്ന് പറയുന്നത്, ആചാര സംരക്ഷണം എന്ന് പറയുന്നത് ഓരോ ഭക്തരുടെയും അവകാശമായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ പിതൃതുല്യരായിട്ട് ഇരിക്കേണ്ടവർ പോലും അവരുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ അവരുടെ കർത്തവ്യങ്ങൾ വിസ്മരിക്കുകയാണെങ്കിൽ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഭഗവാന്റെ വേണ്ടി അല്ലെങ്കിൽ ഓരോ ക്ഷേത്രത്തിന്റെയും ചൈതന്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് അത് കൃത്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഗുരുവായൂരപ്പന്റെ ചൈതന്യം നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാലാകാലങ്ങളിലുള്ള പോലെ തന്നെ എല്ലാ ചിട്ടകളും കൃത്യമായിട്ട് നടപ്പിലാക്കുന്നത് കൊണ്ടുകൂടിയാണ് ഈ ചൈതന്യം വർദ്ധിക്കുന്നത്. ആ വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭക്തജനങ്ങൾ ദിവസേന വർദ്ധിച്ചു വരുന്നത്. ഭക്തജനങ്ങൾ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ചൈതന്യം അവിടെ ഉണ്ടായിരിക്കണം. അത് വർദ്ധിച്ചു വരികയും വേണം. എല്ലാവർക്കും ഒരു ആശ്വാസ കേന്ദ്രമായിട്ട് ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ മാറുന്നത് കൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങളിലേക്ക് എല്ലാ ദുരിതങ്ങളും അകറ്റുന്നതിനായിട്ട് ഭക്തജനങ്ങൾ വരുന്നത്. അവരുടെ വിശ്വാസങ്ങൾ രാജ്യത്തിനോ അതല്ലെങ്കിൽ മറ്റ് സമൂഹത്തിനോ എതിരല്ലാത്തിടത്തോളം അതിനെ നിലനിർത്തുന്നതിനായിട്ട് നിയമ സംവിധാനങ്ങൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അത് കൃത്യമാക്കുക കൂടിയാണ് സുപ്രീം കോടതി ഈ ഉത്തരവിലൂടെ ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെയധികം ആത്മവിശ്വാസമാണ് ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് നൽകുന്നത്. ഇത്തരത്തിൽ ഞങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ ഒരു കേന്ദ്രമുണ്ട് എന്നുള്ള ചിന്ത തന്നെയാണ് നമ്മൾ ജനിപ്പിക്കുന്നത്. ഗുരുവായൂരപ്പനെ സംബന്ധിച്ച്, ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഭഗവാന്റെ ചൈതന്യം ക്ഷയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്ഷയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള വേവലാതി എല്ലാ ഭക്തജനങ്ങളുടെ ഉള്ളിലുമുണ്ട്. അത് കൃത്യമായിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ചിലർ മുന്നോട്ട് വന്നു എന്നുള്ള സന്തോഷം കൂടി ഈ വേളയിൽ പങ്കുവെക്കുകയാണ്. ഇത്തരത്തിൽ ഭക്തജനങ്ങൾ അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന സമയം കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് കൂടി ഇത് സൂചിപ്പിക്കുകയാണ്. അതെ, വളരെ നന്ദി ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യൻ പ്രതികരിച്ചതിന്.